ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കൺസെപ്റ്റ് എയറോ മാർക്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സാണ് ഫസ്റ്റ് വരിക, അല്ലെങ്കിൽ ഏത് ഫുഡ് ചെയിൻ്റെയും ഫസ്റ്റ് ലെവലിൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആരാണ്, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഗ്രാസ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്തുണ്ട്, ഒരു ഗ്രാസ് ഉണ്ടല്ലേ. ഈ ഗ്രാസ് വെച്ചിട്ട് നമുക്കൊരു എത്ര ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. ടെക്സ്റ്റ് ബുക്ക് തന്നെ തന്നിട്ടുണ്ട് എന്ത്, ഗ്രാസ്. ഫസ്റ്റ് വൺ ഗ്രാസ് ആണ്. പിന്നെയോ ആ ഗ്രാസ് ആര് കഴിക്കുന്നു, ഹെർബിവോറസ് ആയ ഡീർ കഴിക്കുന്നു. ഓക്കെ, ഡീറിനെ ആര് ഭക്ഷിക്കുന്നു, ലയണ്. ഇതിൽ ശ്രദ്ധിക്കൂ, ഇവർ പ്രൊഡ്യൂസേഴ്സാണ്. ഇവർ രണ്ടാളും കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമേഴ്സിൽ തന്നെ ഇത് ടോപ്പ് കാർണിവോറസ് ആണ്. ഇതാരാണ്, ഇത് ഹെർബിവോറസ് ആണ്. ഇതവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ടൈഗർ എന്ന് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി കാണിച്ചിട്ട് നമ്മൾ വൾച്ചറിൻ്റെ ഒരു വീഡിയോ ഒക്കെ അയച്ചാന്നില്ലേ. വൾച്ചർ എന്ത് ചെയ്യും, ഈ ടൈഗറൊക്കെ ചത്തുപോയാൽ അത് ഈറ്റ് ചെയ്യും. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, 2 ബോക്സ് വരയ്ക്കുക. എങ്ങനെയായിരിക്കണം 2 ബോക്സ്, ഒന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം, ഒന്ന് കൺസ്യൂമേഴ്സ് ആയിരിക്കണം. ആകെ ഇതിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ആരേ ഉള്ളൂ, ഗ്രാസും പിന്നെ ബാംബൂ മാത്രമാണ്. ഇവർ 2 പ്രൊഡ്യൂസേഴ്സിൽ വരണം. ബാക്കിയെല്ലാം എന്താണ്, കൺസ്യൂമേഴ്സാണ് അല്ലേ. ഇതൊക്കെ കൺസ്യൂമേഴ്സാണ്, ഇതൊക്കെയും കൺസ്യൂമേഴ്സാണ്. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി 2. ഇവിടെ എന്തിൻ്റെ ചിത്രമാണ്, യെസ്, ഗിയറിൻ്റെ പിക്ചറാണ്. അങ്ങനെയാണെങ്കിൽ ഒരേ ഡയറക്ഷനുള്ള 2 എണ്ണം കണ്ടെത്തുക. പിന്നെയോ സ്ലോ ഉള്ളതും ഫാസ്റ്റ് ഉള്ളതും കണ്ടെത്തുക. ഏറ്റവും സ്ലോലി ആയിട്ട് പോകുന്നത് ഏതായിരിക്കും, ഏറ്റവും വലിയ ജയൻറ്റ് വീലായ 4th നമ്പർ 1 ആയിരിക്കും അല്ലേ. ഏറ്റവും വലിയ വീലായ നമ്പർ 4 ആയിരിക്കും. യെസ്, നമ്പർ 4. ഏറ്റവും ചെറുങ്ങനെ സ്ലോ ആയിട്ട് കറങ്ങുന്നത് ഇതായിരിക്കും. ഏറ്റവും ഫാസ്റ്റ് ഇതായിരിക്കും. അതാണ് ചോദിച്ചത്. അപ്പോൾ 4. ഇവിടെയോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറങ്ങുന്നത് ഏതാ, നമ്പർ 3 ആണ്. പിന്നെയോ ഫൈൻഡ് ഔട്ട് ദ ഗിയർ വിച്ച് മൂവ്സ് ഇൻ സെയിം ഡയറക്ഷൻ, അത് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ ഇത് ഇങ്ങോട്ടായിരിക്കും, അപ്പോൾ ഇത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 പെയർ ഉണ്ടാവും, 2 ജോഡികളുണ്ടാവും. ഏതൊക്കെയായിരിക്കും സെയിം ഡയറക്ഷനിൽ നീങ്ങുന്നത്, 1 and 3. പിന്നെയോ ഒരു പെയറും കൂടിയുണ്ട്. ചില ആൾക്കാർ ഒറ്റ പെയർ എഴുതിയിട്ടുള്ളൂ, 2 and 4. പിന്നെ ഗിയറിൻ്റെ യൂസസ്, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ശരിക്കുള്ള അതിൻ്റെ എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പീഡിൽ വേരിയേഷൻ ഉണ്ടാക്കാനാണ്. സ്പീഡ് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ ഇത് ഉപയോഗിക്കും. പിന്നെയോ ഡയറക്ഷനിൽ ഇൻക്രീസോ ഡിക്രീസോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് വെഹിക്കിൾസിലും മെഷീനറിയിലുമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. ആക്ടിവിറ്റി 3 കുറച്ച് ആൾക്കാർ വളരെ തെറ്റി. അപ്പം ഇവിടെ കുറച്ച് ഇക്കോസിസ്റ്റം തന്നിട്ടുണ്ട് അല്ലേ. പോണ്ട് ഉണ്ട്, ലേക്ക് ഉണ്ട്, സാക്രഡ് ഗ്രോവ്സ് ഉണ്ട്, ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, 4 ഓർഗാനിസത്തിൻ്റെ പേര് എഴുതുക. എന്നിട്ടോ ഏത് എക്കോസിസ്റ്റത്തിലാണെന്നുള്ളത്. പോണ്ടിൽ കാണപ്പെടുന്ന ആരൊക്കെയുണ്ട്, ഫിഷ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്. പിന്നെയോ ലേക്കിൽ കാണപ്പെടുന്ന ആരുണ്ട്, സേക്രഡ് ഗ്രോവ്സിൽ കാണപ്പെടുന്ന ആരുണ്ട്, ഫീൽഡിൽ കാണപ്പെടുന്ന ആരുണ്ട്. കുറേ ആൾക്കാരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സേക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാവുകൾ, നമ്മളെ അയ്യൂരല്ലേ, പാമ്പിൻ്റെ എല്ലാം കാവ് പോലത്തെ അവിടെ ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യും, ബിഗ് ട്രീസൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് എന്തും എഴുതാൻ വേണ്ടി പറ്റും. പിന്നെയോ ഹൗ ഡു ദ ചേഞ്ചസ്, ഏതെങ്കിലും ഒരു ഇക്കോസിസ്റ്റത്തിന് പ്രശ്നം സംഭവിച്ചാൽ ആ ഓർഗാനിസത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, അതിൻ്റെ 2 എക്സാമ്പിൾ അത് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. എങ്ങനെ, പോണ്ടുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, പോണ്ടുകൾ നികത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലേക്കുകൾ നികത്തിക്കഴിഞ്ഞാൽ, സേക്രഡ് ഗ്രോവ്സ് വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ, ഫീൽഡുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഹാബിറ്റേറ്റ് ലോസ് ഉണ്ടാവും അല്ലേ. അവരുടെ ഹാബിറ്റേറ്റിന് അതായത് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഓർഗാനിസത്തിൻ്റെ സറൗണ്ടിങ്സിനാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ ഹാബിറ്റേറ്റ് ലോസ് ഉണ്ടായ ആ ഒരു ഓർഗാനിസം എന്ത് ചെയ്യും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അപ്പോൾ പിന്നെയോ എക്സ്പ്ലെയിൻ ദ എൻവിയോൺമെൻറ്റൽ കൺസർവേഷൻ ആക്ടിവിറ്റി, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വളരെ പൊതുവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെയോ റീക്രിയേറ്റ് പോണ്ട് ആൻഡ് ലേക്ക് അല്ലേ. നീണുപോയ ഇപ്പോൾ ഒരു പദ്ധതി തന്നെ ഉണ്ട് സർക്കാരിൻ്റെ,
യെസ് ശ്രദ്ധിക്കൂ മക്കളെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ, റീക്രിയേറ്റിംഗ് ലേക്സ് ആൻഡ് പോൺസ്. പിന്നെ ഡിഫോറസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബ്രസീലിനേക്കാളും കൂടുതൽ ഇന്ത്യയിലാണെന്ന് പറയുന്നത്. ഈ ആമസോൺ കാടുകളൊക്കെ ബ്രസീലിലാണുള്ളത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കാട്ട് തീയാന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യലായി തീയിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പം വന്ന സർവേ പ്രകാരം എന്താണ്, ഇന്ത്യയിലെ കാടുകൾ കുറഞ്ഞു വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നമുക്ക് ഇറാഡിക്കേറ്റ് ഫില്ലിങ് ദ ഫീൽഡ്സ് ആൻഡ് പോണ്ട് അല്ലേ, പോണ്ടുകളും ലേക്കുകളും ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യുക, കംപ്ലയിൻറ്റ് ചെയ്യുക. ഇനി കൂട്ടുകാരെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മോഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്തായാലും വരും എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, നാലും ശരിയാക്കിയ ആൾക്കാർ കുറവാണ്. എന്തായാലും വാൽ ട്യൂബ് എന്ത് ചെയ്യാണ്, ഇതാ ഈ വാൽ ട്യൂബില്ലേ, ഇവിടെ നമ്മൾ പണ്ട് ലൈറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങുന്നു രാത്രി സമയങ്ങളിൽ. അപ്പോൾ അത് സർക്കുലാറാണ്. പിന്നെയോ ഈ പെഡൽ കറങ്ങുന്നില്ലേ, ഈ പെഡൽ കറങ്ങുന്നതും സർക്കുലറാണ്. പിന്നെയോ മോഷൻ ഓഫ് ടയർ കറങ്ങുന്നത് ഈ ഒരു ആക്സിസിനെ ചുറ്റിപ്പറ്റിയാണ്. ഇതാണ് അതിൻ്റെ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിനെ ചുറ്റിയിട്ട് കറങ്ങുമ്പോൾ അത് നമ്മൾക്ക് എന്താണ് പറയുക, റൊട്ടേഷൻ എന്നാണ് പറയുക അല്ലേ. പിന്നെയോ മോഷൻ ഓഫ് ബൈസിക്കിൾ ബെല്ല് സൗണ്ടുകളൊക്കെ എന്തായിരിക്കും, ഇതാ കണ്ട അവിടെ തന്നെ ഒരു ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വൈബ്രേഷൻ കൊണ്ടാണ് അവിടെ സൗണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് അല്ലേ. ഇനിയോ വാട്ട് ആർ ദ അതർ അറേഞ്ച്മെൻറ്റ്സ് യൂസ്ഡ് ടു റൊട്ടേറ്റ് വീൽ. നമുക്ക് ഇൻസ്റ്റഡ് ഇവിടെ സാധാരണ ഇത് ചെയിനായിരിക്കും അല്ലേ, ഇത് ചെയിന്. പിന്നെ ഇവിടെ ഫ്രീ വീൽ ഉണ്ടാവും, ഇവിടെയോ പല്ലുള്ള വലിയ ഫ്രീ വീൽ ഉണ്ടാവും അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്തൊക്കെ ഉപയോഗിക്കാം, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മളെ ഫ്ലോർ മില്ലിലൊക്കെ എന്തുണ്ടാവും, ബെൽറ്റുകൾ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ പകരം എന്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്, ബെൽറ്റ് ഉണ്ടാവും. പിന്നെ ആക്സിലുകൾ നമുക്ക് ഉപയോഗിക്കാം, ഗിയർ ഉപയോഗിക്കാം. അങ്ങനെ നമുക്കിതിന് പകരം എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കുറച്ച് ആൾക്കാരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സി ആയിട്ട് ഇവിടെ തന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരി എന്നാണ്, അത് ഏകദേശം എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ശരിയായ ആൻസർ എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. പെഡൽ റൊട്ടേറ്റ് ഫാസ്റ്റ്. നമ്മളിപ്പോൾ ഗിയർ 1 ഇട്ടാൽ ഒരുപാട് ചവിട്ടിയാലും ബൈസിക്കിൾ എന്ത് ചെയ്യാണ്, കുറച്ചല്ല കയറും. കുത്തനെയുള്ള കയറ്റത്തിലാണെന്ന് വിചാരിക്കുക. ഇനി അടുത്താണ്ട മാഗ്നറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നാണ്ട, വളരെ സിമ്പിൾ ചോദ്യമാണ്. എല്ലാവരും എന്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് എഴുതാനാണ്. യെസ്, ഇവിടെ ആർക്ക് ഷേപ്പ് ഉണ്ട്, റിംഗ് ഉണ്ട്, യു ഷേപ്പ് ഉണ്ട്, വാർ മാഗ്നറ്റ്. അടുത്ത ചോദ്യം എന്താണ്, നമ്മൾ മിനി മോട്ടറിൽ ഉപയോഗിക്കുന്നത് ആർക്കാണ്. പിന്നെയോ മാഗ്നറ്റ് ഉപയോഗിക്കുക അലോയ് ഏതാണ്, അൽനിക്കോ. ഇതൊരു അയേണിൻ്റെ അലോയിയാണ്. പിന്നെയോ ഇതിലകത്ത് അലൂമിനിയം ഉണ്ട്, പിന്നെ നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്.